കണ്ണൂർ കോർപ്പറേഷൻ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ പരിധിയിലെ വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണവും നടത്തി. ജവഹർ സ്റ്റേഡിയത്തിൽ ഡോക്ടർ മേയർ KP ത്വാഹിർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ സ്വാഗതം പറഞ്ഞു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ദീപക് നിശാന്താണ, VK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് സോന ജയറാം, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CVTV ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ C ജസ്ന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അതിൻ്റെ ഒരു ചാലകശക്തി എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളും നയങ്ങളുമാണ്. പ്രത്യേകിച്ച് UDF ഗവൺമെൻറ് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, KSRTC ബസ്സിൽ സൗജന്യ യാത്ര അത് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ വന്ന് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണ സമര നായകൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ അതൊരു അപഹാസ്യമായി കണ്ടവരുണ്ട്. എങ്ങനെ നടത്തും, എവിടുന്നാണ് സാമ്പത്തികം, അത് വെറും നമ്മുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഗവൺമെന്റ് വന്നപ്പം തന്നെ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞത് നടപ്പിലാക്കുമെന്നാണ്. തൊട്ടടുത്ത ദിവസം നടപ്പിലാക്കിയത്. ഇന്നുള്ള പരാതി ആ ബസ്സിൽ നിറയെ ആളുകൾ കൂടുന്നതാണ്. പക്ഷേ സ്ത്രീ ജനങ്ങളതിൻ്റെ കൂടെ നിൽക്കുകയാണ്. എല്ലാ രംഗത്തും ഗവൺമെന്റ് നമ്മുടെ കോർപ്പറേഷനൊക്കെ നിങ്ങളെ ചേർത്ത് നിർത്തും. നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ എല്ലാത്തിലും കോർപ്പറേഷൻ ഉണ്ടാകും എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മെസ്സേജ്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉപകാരം അറിയുന്നവരാണ് നിങ്ങൾ. ടീച്ചർ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അതോടൊപ്പം നമ്മുടെ കോർപ്പറേഷൻ മാലിന്യമുക്ത കോർപ്പറേഷനാക്കണമെന്ന ലക്ഷ്യവും കൂടിയുണ്ട്. അതുകൂടി ഈ സംവിധാനത്തോട് ഉപകാരപ്രദമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പരിപാടിക്ക് എല്ലാവരും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നേരത്തെ വന്നിരുന്നവരാണ്. ഇതിനെക്കുറിച്ച് ബോധം നടത്തുന്നതിൻ്റെ ഒരു ക്ലാസ് കൂടെ നടക്കാനുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്